ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 2026 പബ്ലിക് എക്സാം അടുത്തുവല്ലോ. സോ +1 അക്കൗണ്ടൻസിയിൽ ഓരോ ചാപ്റ്റേഴ്സിലും എത്ര മാർക്കിനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓരോ ചാപ്റ്ററിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അവ എത്രയൊക്കെ മാർക്കിന് ചോദിക്കും എന്നതുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ നമുക്കറിയാം, പ്രധാനമായിട്ടും +1 അക്കൗണ്ടൻസിയിൽ നമുക്ക് 9 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് 1 ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഈ ഒരു ചാപ്റ്ററിന് 6 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 6 മാർക്കാണ്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഈ ഒരു ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് സെയിം 6 മാർക്ക് തന്നെയാണ് ഈ ചാപ്റ്ററിന് വെയിറ്റേജ് ഉള്ളത്. ദെൻ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്ന് പറയുന്ന യൂണിറ്റാണ് തേർഡ് യൂണിറ്റ്. ആ യൂണിറ്റിന് നമ്മൾ സെയിം വെയിറ്റേജാണ് കൊടുക്കുന്നത്. 6 മാർക്കാണ് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2. ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9 മാർക്കാണ് ഈ ചാപ്റ്ററിനുള്ള വെയിറ്റേജ്. ദെൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് 5ാമത്തെ യൂണിറ്റ്. ഈ ഒരു ചാപ്റ്ററിന് നമ്മൾ കൊടുക്കുന്ന വെയിറ്റേജ് 6 മാർക്കാണ്. സോ 6 മാർക്കിനൊക്കെ ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ചാപ്റ്ററാണ് 6ാമത്തെ ചാപ്റ്ററാണ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. മിനിമം ഒരു 6 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റ്. ദെൻ ഡെപ്രീസിയേഷൻ ആൻഡ് പ്രൊവിഷൻസ് റിസർവ്സ്. ഡെപ്രീസിയേഷൻ, പ്രൊവിഷൻ ആൻഡ് റിസർവ് എന്ന് പറയുന്ന 7ാമത്തെ യൂണിറ്റ്. ഇതിനും സെയിം 6 മാർക്കാണ് വെയിറ്റേജ് കൊടുക്കുന്നത്. 6 മാർക്കിന് വരെ മിനിമം ഒരു 6 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്ന യൂണിറ്റ്. ഈ ഒരു ചാപ്റ്ററിന് മിനിമം നമുക്കൊരു 5 മാർക്കിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ ലാസ്റ്റ് യൂണിറ്റാണ് 9th യൂണിറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2. ഈ ഒരു ചാപ്റ്ററിന് എസ് എ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. 10 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിന് വെയിറ്റേജ് കൊടുക്കുന്നത്. മിനിമം ഒരു 10 മാർക്കിന് എങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യന് വരാൻ സാധ്യതയുള്ളത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും അതുപോലെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുമാണ്. അപ്പോൾ ഈ ചാപ്റ്ററുകൾക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഫോക്കസ് കൊടുക്കണം. മറ്റുള്ള ചാപ്റ്ററുകൾ പഠിക്കേണ്ടെന്നല്ല, ഫോക്കസ് കൊടുക്കേണ്ടെന്നല്ല, മറ്റുള്ള ചാപ്റ്ററുകളെ അപേക്ഷിച്ച് കൂടുതൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കണം ഈ 2 ചാപ്റ്ററുകൾക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. നമുക്കറിയാം, ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഈ ഒരു ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് 1 ഓബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഓബ്ജക്റ്റീവ്സ് അതൊരു 2 മാർക്കിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെയും ചോദിക്കാറുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കും. പെയ്ഡ് സാലറി, പർച്ചേസ്ഡ് മെഷീനറി, ഇതിലേതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഏതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യനും ചോദിച്ച് കാണാറുണ്ട്. ഇതും ഒരു 2 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. പിന്നെ എക്സ്പ്ലെയിൻ അക്കൗണ്ടിങ് ബേസിക് ടേംസ്. അക്കൗണ്ടിങ്ങിലുള്ള ബേസിക് ടേംസ് ലൈക്ക് ഡ്രോയിങ്സ് എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണ്, സ്റ്റോക്ക് എന്താണ്, കറണ്ട് അസറ്റ് എന്താണ്, അത്തരത്തിലുള്ള ബേസിക് ടേമുകളെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അതൊരു 2 തൊട്ട് 4 മാർക്കിന് വരെയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ സെക്കൻഡ് ചാപ്റ്ററാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് മാച്ച് ദ ഫോളോയിങ്. ചേരുംപടി ചേർക്കാൻ. നമുക്ക് കുറച്ച് പ്രസ്താവനകൾ തരും, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തരും. ആ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, പീരിയോഡിസിറ്റി കൺസെപ്റ്റ്, ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ മാച്ച് ചെയ്യാനായിട്ട്, ആ സ്റ്റേറ്റ്മെൻറ്റുമായി അനുയോജിച്ച് വരുന്ന കൺസെപ്റ്റ് മാച്ച് ചെയ്യാനായിട്ട് 4 മാർക്കിനൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. ദെൻ സെക്കൻഡ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഗ്യാപ്പിൻ്റെ എക്സ്പാൻഷനും ആൻഡ് അതിൻ്റെ എക്സ്പ്ലനേഷനും. എന്താണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. സോ എന്താണ് ഗ്യാപ്പ്, ആ ഗ്യാപ്പിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ 2 മാർക്കിനൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തരും, മാച്ച് ദ ഫോളോയിങ് അല്ലാതെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തരും. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റ് നമുക്ക് എഴുതാനായിട്ട്, ആൻസർ ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി തരാം,
60 ഔട്ട് ഓഫ് 60 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റിന് നിങ്ങൾ തറവായിട്ട് പഠിച്ചു പോകണം. ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് നോക്കാം. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്നാണ് അടുത്ത യൂണിറ്റിൻ്റെ പേര്. ഈ ഒരു യൂണിറ്റിന് ചോദിക്കുന്ന, എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ, ആ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാനായിട്ട്, അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാനായിട്ട് പിന്നെ ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ്, അതൊരു മിനിമം ഒരു 4 മാർക്കിന് ചോദിക്കാം. അതുപോലെ അക്കൗണ്ടിങ് ഇക്വേഷനും 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ദെൻ ജേണൽ എൻട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻ, ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതും ഒരു സിംഗിൾ ലെഡ്ജർ ക്രിയേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ചോദിക്കാറുള്ളത്. ഇപ്പോൾ XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന ഫേമിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുക, മോഹൻ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്, പർട്ടിക്കുലർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. സോ ഇത്രയൊക്കെയാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്ന് പറയുന്ന യൂണിറ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ദെൻ ജേണലും ലെഡ്ജറും തമ്മിൽ ഡിഫറൻസ് പഠിച്ചു വെക്കുക. ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ലെഡ്ജറുമായി ബന്ധപ്പെട്ട ഒരു സിംഗിൾ ലെഡ്ജർ ക്രിയേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്ററാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2. ഈ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്ന ചാപ്റ്ററിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഓഫ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട് മിനിമം ഒരു 4 തൊട്ട് 6 മാർക്കിന് വരെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പറേഷൻ ഓഫ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ദെൻ എനി ഡേ ബുക്ക് അതർ ദാൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലാതെ മറ്റെന്തെങ്കിലും സബ്സിഡറി ബുക്കുകൾ, ഇപ്പോൾ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക് പോലുള്ള അത്തരത്തിലുള്ള മറ്റുള്ള ഡേ ബുക്കുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ടും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ദെൻ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ തിയറി, എന്താണ് ഇംപ്രസ് സിസ്റ്റം, അതൊരു 2 മാർക്കിനൊക്കെയാണ്, 2 തൊട്ട് 3 മാർക്കിനൊക്കെ ചോദിച്ചത് കാണാറുണ്ട്. പിന്നെ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ തിയറി, എന്താണ് ഇംപ്രസ് സിസ്റ്റം, എന്താണ് പെറ്റി ക്യാഷ് ബുക്ക്. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചു വെക്കുക. നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്ന ചാപ്റ്റർ. ദെൻ പിന്നീട് വരുന്ന ചാപ്റ്ററാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ BRS. ഇതിൽ എല്ലാ പരീക്ഷ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രിപ്പറേഷൻ ഓഫ് BRSൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അത് ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ട് BRS പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാം, പാസ്ബുക്ക് ബാലൻസ് വെച്ചിട്ട് BRS പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാം, മേ ബി അത് ഓവർ ഡ്രാഫ്റ്റ് വെച്ചിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക, BRSൻ്റെ പ്രിപ്പറേഷൻ. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ 2 മാർക്കിനൊക്കെ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് കോസസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാങ്ക് ബാലൻസ് വ്യത്യാസം വരാനുള്ള ഏതെങ്കിലും ഒരു 1-2 കാരണങ്ങൾ ചോദിച്ചുകൊണ്ട് തിയറി ക്വസ്റ്റ്യനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. സോ അതാണ് BRS എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഈ 2 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റാണ്. സോ ഈ ഒരു യൂണിറ്റിനും നമുക്ക് ഇനി കൂടുതൽ ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു മിനിമം ഒരു 6 മാർക്കെങ്കിലും ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഉണ്ടാവും. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള തിയറി ക്വസ്റ്റ്യൻ ആണ് ഓബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ്. ആ ഒരു 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ടു ഹെൽപ്പ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്, ടു ഹെൽപ്പ് ടു ചെക്ക് ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അങ്ങനെ ഒരു 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ 3 ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ദെൻ പ്രിപ്പറേഷൻ ഓഫ് BRSൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കുറച്ച് ലെഡ്ജേഴ്സിൻ്റെ ലിസ്റ്റ് തരും, ആ ലെഡ്ജേഴ്സ് ഉപയോഗിച്ചിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ചോദിക്കും. അല്ലെങ്കിൽ നമുക്കൊരു തെറ്റായ ട്രയൽ ബാലൻസ് തരും, ആ ട്രയൽ ബാലൻസ് ശരിയാക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, അതിൻ്റെ ജേണൽ എൻട്രി. നമുക്ക് കുറച്ച് എറേഴ്സ് തരും, ആ എറേഴ്സ് റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള റെക്ടിഫൈങ് ജേണൽ എൻട്രി പാസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ തരും. ദെൻ ടൈപ്സ് ഓഫ് എറേഴ്സ്, ഏതൊക്കെ കുറച്ച് എറേഴ്സ് തരും, അത് ഏത് കാറ്റഗറി ഓഫ് ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ്, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആണോ, എറേഴ്സ് ഓഫ് ഒമിഷൻ ആണോ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണോ, അങ്ങനെ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ഈ ഒരു ചാപ്റ്ററിന് നമ്മൾക്ക് റെക്ടിഫിക്കേഷൻ ജേണൽ എൻട്രി പാസ് ചെയ്യാൻ പറഞ്ഞാലേ, നിങ്ങളിപ്പോൾ 1 സൈഡ് എറേഴ്സ് ആണെങ്കിലും ആ 1 സൈഡ് എറേഴ്സ്
റെക്ടിഫൈ ചെയ്യാനുള്ള റെക്ടിഫിക്കേഷൻ എൻട്രി നിങ്ങൾ സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് പാസ് ചെയ്യേണ്ടി വരും. അതൊന്ന് ഓർത്തിരിക്കുക. സോ ഇതാണ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. ഈ ഒരു ചാപ്റ്ററിന് നമ്മൾ വെയിറ്റേജ് കൊടുത്തിരുന്നത് 6 മാർക്ക് തന്നെയായിരുന്നു. ഇതിൽ ചോദിക്കാൻ ഒരു 4 തൊട്ട് 6 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പറേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഇപ്പോൾ മെഷീനറി അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ഡിപ്രീസിയേഷൻ ഇപ്പോൾ WDV മെത്തേഡിലോ SLM മെത്തേഡിലോ ഡിപ്രീസിയേഷൻ തന്നിട്ട് ആ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ടിരുന്ന ഫിക്സഡ് അസറ്റ്, ഇപ്പോൾ മെഷീനറി അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ഒരു 3 വർഷത്തെ മെഷീനറി അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു 4 വർഷത്തെ ഫർണിച്ചർ അക്കൗണ്ട്, അതിൽ ഡിപ്രീസിയേഷൻ കാണിച്ചിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ചാപ്റ്ററിന് പിന്നെ ഉറപ്പായിട്ടും ചോദിക്കും. ദെൻ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. അതൊരു 4 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷനും റിസർവും. റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിന് ചോദിക്കാറുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ SLM ആൻഡ് WDV മെത്തേഡ്. നമുക്കറിയാം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. SLM മെത്തേഡും WDV മെത്തേഡും, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡും. ഈ 2 മെത്തേഡുകളും തമ്മിലുള്ള ഡിഫറൻസ് ഈ ചാപ്റ്ററിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് തിയറി ഭാഗത്തുനിന്ന് ഈ ക്വസ്റ്റ്യന് കൂടുതലായിട്ട് കാണാറുണ്ട്. ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ചാപ്റ്ററാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ഇക്വേഷൻ. ഗ്രോസ് പ്രോഫിറ്റും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. പൊതുവെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നുണ്ട്. അത് ചോദിക്കാനുള്ള സാധ്യത ഈ ചാപ്റ്ററിന് വളരെ കുറവാണ്. ഈ ചാപ്റ്ററിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ചാപ്റ്ററാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനാണ് +1 അക്കൗണ്ടൻസിയിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാപ്റ്ററാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിന് essay ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ ഇല്ലാതിരിക്കില്ല. ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിലവിൽ ഉണ്ടായിട്ടില്ല. പ്രിപ്പറേഷൻ ഓഫ് FS വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വരും, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വരും, പ്രീപെയ്ഡ് എക്സ്പെൻസ് വരും, ബാഡ് ഡെറ്റ്, ഡിപ്രീസിയേഷൻ. ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊരു 6 തൊട്ട് 8 മാർക്ക് വരെ ഉറപ്പായിട്ടും ചോദിക്കും. ദെൻ പിന്നീട് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ജേർണൽ എൻട്രി. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെയും പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ ഒക്കെ ജേർണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ചാപ്റ്ററിനും +1 അക്കൗണ്ടൻസിയുടെ എല്ലാ ചാപ്റ്ററിലും ചോദിക്കാൻ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത്തരത്തിലുള്ള വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് പുതിയൊരു വീഡിയോയുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.